ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെല്ലാം നിയമവിധേയമായി മാത്രമെന്ന് സഭയിൽ സമ്മതിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ. ഊരാളുങ്കലിന് നടപടിക്രമങ്ങൾ പാലിക്കാതെ കഴിഞ്ഞ സർക്കാർ പ്രവൃത്തികൾ അനുവദിച്ചിട്ടില്ലെന്നും പ്രവൃത്തികൾ ഗുണനിലവാരമുള്ളതാണെന്നും പൊതുമരാമത്ത് മന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കി. UDF അംഗങ്ങളുടെ ചോദ്യത്തിലായിരുന്നു മന്ത്രിയുടെ മറുപടി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ UDF നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങൾ തന്നെയാണ് ചോദ്യങ്ങളായി സഭയിലെത്തിയത്. നടപടിക്രമങ്ങൾ പാലിക്കാതെ കഴിഞ്ഞ സർക്കാർ ഊരാളുങ്കലിന് പ്രവൃത്തികൾ അനുവദിച്ചിട്ടുണ്ടോ? ക്രമവിരുദ്ധമായി എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ടോ? പ്രവൃത്തികൾ നിലവാരമില്ലാത്തതാണോ? തുടങ്ങിയവയായിരുന്നു UDF അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ എസ്റ്റിമേറ്റുകൾ അവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റുകൾ അവർ തന്നെയാണ് തയ്യാറാക്കുന്നതെന്നൊരു സംസാരം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. സാറേ, മറ്റു പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റും ഇവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റും തമ്മിൽ വലിയ അന്തരമുണ്ടോ? അത് പരിശോധിക്കാൻ പ്രത്യേകമായ ഒരു അന്വേഷണം നടത്താൻ ഗവൺമെൻറ് തയ്യാറാവുമോ? ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അംഗീകരിച്ച എസ്റ്റിമേറ്റ് തുക ക്രമവിരുദ്ധമായി പിന്നീട് വർദ്ധിപ്പിച്ച് കൂടുതൽ തുക സൊസൈറ്റിക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. പ്രീ ക്വാളിഫിക്കേഷൻ അടക്കമുള്ള ചില കാര്യങ്ങളിൽ നിബന്ധനകളിൽ ഇളവ് നൽകി ഊരാളുങ്കൽ സൊസൈറ്റിയെ അമിതമായി സർക്കാർ സഹായിച്ചതായി കരുതുന്നുണ്ടോ? സഭയിൽ വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്നതിനാൽ UDFന്റെ ആക്ഷേപങ്ങൾ പൂർണ്ണമായും തള്ളുന്നതായിരുന്നു മന്ത്രിയുടെ മറുപടി. വൈവിട്ട് വർക്കുകൾ കൊടുത്തത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നിരുന്നാലും ഇവിടെ വന്ന ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വർക്ക് നോമിനി ആയിട്ടോ അല്ലെങ്കിൽ വൈവിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. സാധാരണ ഒരു എഗ്രിമെൻ്റ് കാലാവധി ഉണ്ട്. ആ കാലാവധിക്കകം പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കും, അത് ഫൈനോട് കൂടി കൊടുക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ. എവിടെയെങ്കിലും വർക്കിന് ബുദ്ധിമുട്ടും പ്രയാസം നേരിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഗ്രിമെൻ്റ് കണ്ടീഷൻ പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഊരാളുങ്കൽ സൊസൈറ്റി നടത്തുന്ന പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് അവർ തന്നെയാണ് തയ്യാറാക്കുന്നത് എന്ന ആക്ഷേപം UDF സഭയിൽ ഉന്നയിച്ചു. എന്നാൽ നിലവിൽ നിയമവിരുദ്ധമായി യാതൊരു പ്രവൃത്തികളും ഊരാളുങ്കൽ ചെയ്യുന്നില്ലെന്നും മന്ത്രി മറുപടി നൽകി. അതേസമയം പരാതികളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.